വണ്ടിപ്പെരിയാർ മ്ലാമല ഫാത്തിമ മാതാ ഹൈസ്കൂൾ ലീഗൽ സർവീസ് ക്ലബ്ബ് വാർഷിക സമ്മേളനവും സ്കൂൾ വിദ്യാർത്ഥികളുടെ നിവേദനത്തിന്റെ ഫലമായി മ്ലാമല ശാന്തിപ്പാലം നൂറുടിപ്പാലം നിർമ്മാണത്തിനായി ഇടപെട്ട ജഡ്ജിമാർ, ജനപ്രതിനിധികൾ, ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, മുൻകൈയെടുത്ത വിദ്യാർത്ഥികൾ എന്നിവർക്കായുള്ള അനുമോദന യോഗവും മ്ലാമല ഫാത്തിമ മാതാ ദേവാലയ പാരിഷ് ഹാളിൽ നടന്നു. പീരിമേട് എം.എൽ.എ. വാഴൂർ സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. രണ്ട് പ്രളയങ്ങളാൽ തകർന്ന വണ്ടിപ്പെരിയാർ മ്ലാമല ശാന്തിപ്പാലവും നൂറുടിപ്പാലവും ഒരു നാടിന്റെ യാത്രാ മാർഗത്തെ തന്നെ പ്രതിസന്ധിയിലാഴ്ത്തിയതോടെ തങ്ങളുടെ പഠനത്തെയും ബാധിക്കുകയും ചെയ്തതോടുകൂടിയാണ് മ്ലാമല ഫാത്തിമ മാതാ സ്കൂളിലെ 5 വിദ്യാർത്ഥികൾ അധ്യാപകരുടെയും PTA-യുടെയും സഹകരണത്തോടെ ആദ്യ പ്രളയത്തിൽ തകർന്ന ശാന്തിപ്പാലം യുദ്ധകാല അടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ രാഷ്ട്രീയ പിതാവിനോടുള്ള അപേക്ഷയായി ഒരു കത്തയച്ചത്. തുടർന്ന് തങ്ങളുടെ സ്കൂളിൽ എത്താനുള്ള പഠനമാർഗത്തിന് തടസ്സമായ ശാന്തിപ്പാലം നിർമ്മാണം വൈകിയതോടുകൂടി പീരിമേട് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് നേരിട്ട് കത്തയക്കുകയുമായിരുന്നു. തുടർന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ശാന്തിപ്പാലം നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇതിനിടയിലാണ് കഴിഞ്ഞ പ്രളയത്തിൽ നൂറുടിപ്പാലവും തകർന്നത്. ഇതോടനുബന്ധമായി നൂറുടിപ്പാലവും പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികളുടെ നിർദ്ദേശപ്രകാരം ഈ പാലവും പുനർനിർമ്മിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾ ആദ്യം 2018 പ്രളയത്തിലും 19-ലും തുടർന്ന് 19-ലും പാലങ്ങൾ തകരുകയുണ്ടായിരുന്നു. പിന്നെ ജനപ്രതിനിധികളുടെ ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ അഭ്യർത്ഥിച്ചതെങ്കിലും ഞങ്ങൾക്കൊന്നും നടന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ 2020 ഒരു ഗാന്ധി ജയന്തി ദിനത്തിൽ ഹൈക്കോടതി ജഡ്ജിമാർക്ക് കത്തെഴുതുകയും അതിൻ്റെ തുടർന്നുണ്ടായ വികസന അദാലത്തിലും ഹൈക്കോടതി വ്യവഹാരങ്ങളുടെയൊക്കെ ഫലമായാണ് ഞങ്ങൾക്ക് ഈ പാലം ലഭിച്ചത്. മ്ലാമലക്കാർക്ക് സ്വപ്നതുല്യമായി ഈ പാലം ലഭിക്കുന്നതിന് കാരണക്കാരായ എല്ലാ ജഡ്ജിമാർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇത്തരത്തിൽ ഒരു നാടിന്റെ ആവശ്യമായ സഞ്ചാര മാർഗത്തിന് പരിഹാരം കാണുന്നതിനിടയാക്കിയ മാർഗനിർദ്ദേശികളെയും ഇതിന് മുൻകൈയെടുത്ത വിദ്യാർത്ഥികളെയും ആദരിക്കൽ ചടങ്ങാണ് മ്ലാമല ഫാത്തിമ മാതാ ലീഗൽ സർവീസ് ക്ലബിന്റെ വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തപ്പെട്ടത്. മ്ലാമല ഫാത്തിമ മാതാ ദേവാലയ പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ കാഞ്ഞിരപ്പള്ളി രൂപതാ മെത്രാൻ മാർ ജോസ് പുളിക്കൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ ലീഗൽ ക്ലബ്ബ് പ്രസിഡന്റായ ലിനോ ലാലിച്ചൻ സ്വാഗതം ആശംസിച്ച ക്ലബ്ബ് വാർഷികവും ആദരിക്കൽ ചടങ്ങും പീരിമേട് എം.എൽ.എ. വാഴൂർ സോമൻ ഉദ്ഘാടനം ചെയ്തു. ഉത്തരവുകൾ ധാരാളം നടപ്പായിക്കൊള്ളണം. എന്നാൽ ഇവിടെ സംഭവിച്ചത്, ഇവിടെ ഉത്തരവുണ്ടായി, അത് നിമിത്തമായി എന്നത് മാത്രമല്ല, ആ ഉത്തരവ് നടപ്പാക്കുവാൻ പ്രതിജ്ഞാബദ്ധമായ ഒരു ഗവൺമെന്റ്, സഖാവ് പിണറായി വിജയനും സഖാവ് റിയാസും രണ്ടുപേരും നല്ല പരിശ്രമം നടത്തിയത് കൊണ്ടാണ് ഇത് യാഥാർത്ഥ്യമായത് എന്ന് തുറന്നു പറയാത്ത തരമില്ല. അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ചു. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഉന്നയിച്ച മറ്റൊരു പ്രശ്നം റോഡിന്റെ പ്രശ്നമാണ്. ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, KT നിസാർ അഹമ്മദ് തുടങ്ങിയവർ മുഖ്യ പ്രഭാഷണം നടത്തി. സ്പെഷ്യൽ ജഡ്ജ് ദിനേശ് M. പിള്ളൈ മുഖ്യ അതിഥിയായിരുന്നു. സബ് ജഡ്ജ് അരവിന്ദ് B. എടയോടി, ഫാദർ മാത്യു ചെറുതാനിക്കൽ, TLC പീരിമേഡ് പാനൽ അഡ്വക്കേറ്റ് M. സുരേഷ്, PLV സുനിൽ ജോണി തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. തങ്ങളുടെ ശ്രമഫലമായി നിർമ്മാണം പൂർത്തീകരിച്ച ശാന്തിപ്പാലത്തിന് നീതിപ്പാലമെന്ന നാമകരണം നൽകണമെന്ന് വിദ്യാർത്ഥികൾ ചടങ്ങിൽ അഭ്യർത്ഥിക്കുകയും ചെയ്തു. നിരവധി നാട്ടുകാരാണ് പരിപാടിയിൽ പങ്കെടുത്തിരുന്നത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.